വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. സംഭവം ഇത് ഞാൻ കുറേ മുന്നേ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. പക്ഷേ എഡിറ്റ് ചെയ്യാൻ മടിച്ച് നീക്കി വെച്ചു. കാരണം 2-3 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. 4 മിനിറ്റിൽ കാണിക്കുമ്പോൾ എൻ്റെ ഒരു എഫേർട്ട് മനസ്സിലാക്കി നിങ്ങൾ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എന്തായാലും നല്ലൊരു അടിപൊളി ഐറ്റം തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമുള്ളത് ആ കേക്കിൻ്റെ ബേസ് ബോർഡാണ് കേട്ടോ. അത് വൃത്തിയുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ആ ഒരു കവറിങ് സ്റ്റെപ്പൊന്നും വേണ്ട. പക്ഷേ എൻ്റെ അധികം വൃത്തി ഇല്ലായിരുന്നു. ഞാൻ ടെക്സ്റ്റർ ആയിട്ടൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് ചെയ്ത് സംഭവം കൊളാക്കി വെച്ചിരിക്കുന്നത്. അതാണ് ആ വൈറ്റ് പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഹോം ഡെക്കർ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ, പക്ഷേ ഈ ട്രാഷ് ടു ട്രഷർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റഗറി വരുന്നത്. കാരണം ഇതിൽ ഈ സെല്ലോ ടേപ്പ് പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങൾ പോയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം തന്നെ ട്രാഷാണ്. ആ സംഭവം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണല്ലോ, വെറുതെ കളയാതെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ പീസസിന്. നിങ്ങൾ ഈ മെഷർമെൻറ്റ് എടുക്കണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ കാർഡ്ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അത്രയും വലുതായിട്ട് എടുക്കുക. എൻ്റെ കയ്യിലിപ്പം ചെറിയ കേക്കിൻ്റെയൊക്കെ ആ ഒരു കവറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ എടുത്തതേ ഉള്ളൂ. ഈ ഭാഗങ്ങളെല്ലാം ഇങ്ങനെ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചാട്ടോ സെക്യൂർ ചെയ്യണം. കാരണം ഒരു വീടിൻ്റെ ഷേപ്പിൽ വരാൻ സെല്ലോ ടേപ്പാണ് നല്ലതെന്നാണ് എൻ്റെ ഒരിത്. ഈ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ചേച്ചി ഇതെന്താ പറയുന്നത് എന്നൊന്നും വിചാരിക്കരുത്. വേറൊന്നും കൊണ്ടല്ല, ഒരു 2 മിനിറ്റ് തുടർച്ചയായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ബോധം കാണത്തില്ല. സ്വാഭാവികം. അപ്പോൾ പിന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ കാണണം. പിന്നെ ഈ മുകൾ ഭാഗത്ത് വെച്ച നേരത്തെ തരുത്, അത് നമുക്ക് ചില ബിസ്ക്കറ്റൊക്കെ വരുന്നത് ഇത്തിരി ഒരു കട്ടികൾ, അതായത് നമ്മൾ ഹോർലിക്സൊക്കെ നേരത്തെ അങ്ങനെ വന്നുകൊണ്ടിരുന്നേന്ന് തോന്നുന്നു. ഒരു വെള്ള കാർഡ്ബോർഡ് ബോക്സ് കാണും, അതിൻ്റെ ഉള്ളിൽ ബിസ്ക്കറ്റ് അടുത്തൊരു പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ റാപ്പ് ചെയ്ത് അങ്ങനെ വന്നുകൊണ്ടിരുന്നേന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ഇതാട്ടോ. അല്ല, കട്ടിയുള്ള കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അതായാലും മതി. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ നമ്മളിവിടെ ഒരു ബേബി പിങ്ക് ആ ഒരു തീമിലാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കളറിൽ തന്നെ ഗ്ലിറ്റർ പേപ്പറൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഏത് പേസ്റ്റൽ കളറായാലും സംഭവം പൊളിയായിരിക്കും കേട്ടോ. പിന്നെ ആ ഒരു ഫോം ക്ലേ വെച്ചുള്ള ചാംസ് എല്ലാം ഇത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നേരത്തെ കാണിച്ച സിൽവർ ആ ഒരു ഗ്ലിറ്റർ പേപ്പറിൻ്റെ മൂണായാലും സ്റ്റാർസ് ആയാലും അതെല്ലാം ഒരു ഭംഗിക്ക് വേണ്ടി. അതില്ലെങ്കിലും ഭംഗിയായിരിക്കും, എങ്കിലും ചെയ്യുമ്പോൾ ഇത്തിരി ഒരു ക്യൂട്ട്നെസ് വാരി വിതറാന്ന് കരുതി ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാണല്ലോ, ഏണിയാണ്. നിങ്ങളുടെ കയ്യിൽ സ്ട്രോ ഉണ്ടെങ്കിൽ അതായാലും മതി. എൻ്റെ കയ്യിൽ സ്ട്രോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സംഭവം ഇങ്ങനെ പേപ്പറൊക്കെ ചുരുട്ടി നമ്മുടെ ആർട്ടിഫിഷ്യൽ സ്ട്രോ ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. ഈ ഒരു ഏണി ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടതാട്ടോ ഈ ഒരു ഐഡിയ. കണ്ടപ്പോൾ തന്നെ വേറെ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് ചെയ്യുമ്പോൾ അത് കോപ്പിയായി പോലോ എന്ന് വിചാരിച്ച് അന്നേ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. പക്ഷേ ചെയ്തു വന്നപ്പോൾ താമസിച്ച് പോയി. അങ്ങനെ പറ്റിയൊരു സംഭവമാണ്, അതുകൊണ്ടൊന്നും തോന്നരുത്. പിന്നെ ഈ ഒരു വീടിന് വാതിലെല്ലാം ചോദിക്കുന്നവർക്ക് കഥയിൽ ചോദ്യമില്ല. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടി വേറെ ഏതെങ്കിലും കളറ് നൂലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ എടുത്തത്. പക്ഷേ അത് ഇത്തിരി ഒരു അപാകതയായിട്ട് എനിക്ക് തോന്നി, എങ്കിലും ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു നൂല് നമ്മളിങ്ങനെ വീടിൻ്റെ ബേസ് ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പം അവിടെ സെല്ലോ ടൈപ്പ് കൊണ്ട് എന്തെങ്കിലും ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. ഞാൻ സംഭവം ആ ഒരു സ്റ്റെപ്പൊക്കെ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു നക്ഷത്രമൊക്കെ ഇങ്ങനെ തൂക്കുന്ന സംഭവമില്ലേ, അതും ഈ ഒരു നൂലിലിങ്ങനെ ടൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതെല്ലാം എൻ്റെ ഇത് മിസ്സായി പോയതാണ് കേട്ടോ. എൻ്റെ ഫോണിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ മിസ്സായി പോവുക. അപ്പോൾ പിന്നെ ഒന്നേന്ന് ചെയ്യാനായിട്ട് മടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാമെന്ന് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പഞ്ഞിക്ക് പകരം നമ്മുടെ ആ ഒരു കോട്ടൺ ഫൈബർ പോലത്തെ അങ്ങനെ നല്ല ഒരു സ്പോഞ്ച്, അതായത് ചകിരിനാര് പോലെ ഇരിക്കുന്ന പഞ്ഞില്ലേ, അതാണെങ്കിൽ നല്ല ഭംഗിയാട്ടോ. ഇത് ഈ മെഡിക്കൽ യൂസിനൊക്കെ എൻ്റെ ഉപയോഗിക്കുന്നതാണ് എൻ്റെ കയ്യിലിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ അമർന്നിരിക്കുന്നത്. മറ്റേതാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഫെയറി ലൈറ്റ് അതവിടെ സെക്യൂർ ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എന്തായാലും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണാനാണ് കുറച്ചും കൂടെ ഭംഗിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എങ്ങനെയുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.